ഹലോ, ഹായ് ഡിയേഴ്സ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അഞ്ജു. അപ്പോൾ തംബ്നെയിൽ കണ്ടതുപോലെ നമ്മൾ ഇന്നൊരു ഹെയർ പാക്കാണ് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരുപാട് ടൈം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. സോ നിങ്ങൾക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ നോക്കാം. ഓൾമോസ്റ്റ് എല്ലാവർക്കും യൂസ് ചെയ്യാം. എന്നാലും ആ, ഞാൻ പറയുന്നത് ചിലർക്ക് മുടി ഭയങ്കരമായിട്ട് ഒട്ടി കിടക്കുന്ന പോലുള്ള ഒരു ഫീലൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓയിൽ ചെയ്തതുപോലെ ഒരുപാട് ഓയിലി ആയിട്ട് മുടി ഒട്ടി ഒട്ടി ഇങ്ങനെ കിടക്കുന്നു. 2, 3 പ്രാവശ്യം നമ്മൾ ചീകിയിട്ടാൽ മാത്രമേ മുടി നല്ല ഒരു ഇതായിട്ട് ഒരു ഷൈനിങ് ഒക്കെ ആയിട്ട് നല്ലൊരു ഒരു സിംഗിൾ സിംഗിൾ മുടിയായിട്ടൊക്കെ കിടക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്ന ആൾക്കാര്. പിന്നെ അത് മാത്രമല്ല മുടി നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ആൾക്കാര് അവർക്ക് യൂസ് ചെയ്യാം. ഇതൊന്നും മാത്രമല്ല, നിങ്ങൾക്ക് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് തിളങ്ങണം, നിങ്ങളുടെ മുടി നല്ല സിൽക്കി സോഫ്റ്റ് ഷൈനിങ് ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കും ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാം. ഓക്കെ. ഇത് ഇന്ന ഇന്ന ആൾക്കാർ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ആൾക്കാരെ, ഞാൻ ഇത് ആദ്യം പറഞ്ഞ ഈ ഒരു ഇതിലൊക്കെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. വീക്കിലി 2 പ്രാവശ്യം നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഇവിടെ നമുക്ക് നോക്കാം. ഓക്കെ. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഏത്തപ്പഴമാണ്. നമുക്ക് ഈ ഒരു പാക്കിന് പഴം മസ്റ്റാണ്. നന്നായിട്ട് പഴുത്ത് നല്ല പഴുത്തൊലഞ്ഞ കറുത്ത തൊലിയൊക്കെ കറുത്തിട്ടുള്ള പഴമാണെങ്കിൽ അത്രയും ബെറ്ററാണ്. റിസൾട്ട് അത്രയും നന്നായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നല്ലോണം പഴുത്ത പഴം നോക്കി എടുക്കുക. ഒരു ഏത്തപ്പഴം എടുക്കാം. ഏത്തപ്പഴത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് നല്ല പഴുത്ത പാളയംകുടം പഴം 2 എണ്ണം എടുക്കാം. ഏത്തപ്പഴമാണെങ്കിൽ 1 എണ്ണം എടുക്കാം. പാളയംകുടനാണെങ്കിൽ 2 പഴം എടുക്കാം. ഓക്കെ. നിങ്ങളുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഇത് സാധനത്തിൻ്റെയൊക്കെ അളവ് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാവുന്നതാണ്. ഓക്കെ. ഞാൻ എൻ്റെ മുടിക്ക് എടുക്കുന്ന ഒരളവനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഒരേത്തപ്പഴം അല്ലെങ്കിൽ 2 പാളയംകുടപ്പഴം എടുക്കാം. ഇതിലേക്ക് 2 മുട്ടയുടെ എഗ് വൈറ്റ്. അത്യാവശ്യം ഞാൻ പറഞ്ഞു എൻ്റെ മുടിക്കനുസരിച്ചാണ് ഞാൻ പറയുന്നത്. ഈ ഒരു എൻ്റെ മുടിയുടെ ലെങ്ത് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് 2 മുട്ടയുടെ എഗ് വൈറ്റ് എടുക്കാം. എഗ്ഗിൻ്റെ മഞ്ഞ എടുക്കുകയാണെങ്കിൽ കുറച്ചൊരു സ്മെല്ലായിരിക്കും. അതുകൊണ്ട് മഞ്ഞ മാറ്റിയിട്ട് വൈറ്റ് മാത്രമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പം 2 മുട്ടയുടെ വൈറ്റ്, 1 ഏത്തപ്പഴം അല്ലെങ്കിൽ 2 പാളയംകുടം പഴം. ഓക്കെ. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് ആദ്യം ഈ പഴവും മുട്ടയും കൂടെ മിക്സിയിലിട്ട് നല്ല ക്രീമി ആയിട്ട് അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നിങ്ങൾ ആഡ് ചെയ്യണം. അതിനുശേഷം മുടി നല്ല ഡ്രൈ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ 1 ടീസ്പൂൺ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം. ഒന്നുകിൽ ആൽമണ്ട് ഓയിൽ എടുക്കാം, ഇല്ലെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കാം. നല്ല ഡ്രൈ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കാം. ഓക്കെ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ എടുക്കാം. ഓക്കെ. അത്യാവശ്യം നല്ല ഡ്രൈ ഒന്നും അല്ല, ഒക്കെ ആയിട്ടുള്ള മുടിയാണ്, നിങ്ങൾക്കിത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓയിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നിങ്ങൾ ആഡ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡിൻ്റെ എടുത്താലും യാതൊരു പ്രശ്നവുമില്ല. മസ്റ്റായിട്ടും 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യുക. എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മുട്ടയും പഴവും കൂടി നന്നായിട്ട് ക്രീമി ആയിട്ട് അരച്ചെടുത്തു. അതിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്തു. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്തു? ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ നമ്മൾ ആഡ് ചെയ്തു. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ തലയൊട്ടിയിൽ മുടി ഓരോ വകുപ്പായിട്ട് എടുത്തതിന് ശേഷം തലയൊട്ടിയിൽ ഇട്ട് കൊടുക്കാം. തലയൊട്ടി നല്ലോണം കവർ ചെയ്ത് തലയൊട്ടിയിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം മുടിയിലും കൂടി ഇട്ട് കൊടുക്കുക. മുടിയിലിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുടി കെട്ട് പിണയാത്ത രീതിയിൽ ഇട്ട് കൊടുക്കുക. അതായത് നമ്മൾ ചില പാക്കുകളൊക്കെ ഇടുമ്പോൾ മുടി ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ട് പിണയാറുണ്ട്. ഓക്കെ. അതൊന്നും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ ഇങ്ങനെ പതുക്കെ മുടി കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കുറച്ച് മുടിയായിട്ട് എടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. മീൻസ് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ കുറച്ച് മുടി എടുക്കുക. ഈ ഒരു മെത്തേഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ മുടി കെട്ട് പിണയില്ല. ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം കെട്ട് വീഴാത്ത രീതിയിൽ നിങ്ങൾക്ക് മുടി ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കാം, കെട്ടി വെക്കാം. ഓക്കെ. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ വച്ചേക്കാം. നീരിറക്കത്തിൻ്റെ പ്രശ്നം ഉള്ളവരാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് മാക്സിമം വയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക.
നീരിറക്കത്തിന്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗം, നമ്മുടെ ഈ ഒരു ഭാഗം വിട്ടിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ. എന്നാൽ ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് ഇട്ടിരിക്കാം. നോർമൽ ബേബി ഷാമ്പു യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം. പ്രത്യേകം ശ്രദ്ധിക്കുക. നോർമൽ ആയിട്ടുള്ള ബേബി ഷാമ്പു വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള, പാരബൻ ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂസ് തന്നെ എടുക്കുക. ബേബി ഷാമ്പു ആണെങ്കിൽ അത്രയും മസ്റ്റ്, അത്രയും ബെസ്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ പാക്ക് ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ കൊടുക്കാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു അത്യാവശ്യം എനിക്ക് വേണ്ട എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ തരുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ഇതാണ് നമ്മുടെ ഹെയർ പാക്ക്. ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ഓണാക്കി വെക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കണ്ടന്റിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കണ്ടന്റ് അത് നിങ്ങൾ കമൻറ്റിൽ കൊടുത്താൽ മതിയാവും. ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. എൻ്റെ ഹെയർ ഓയിലിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മുടിയുടെ കളർ ചേഞ്ച് ആകുന്നുണ്ട്, റെഡിഷ് കളറൊക്കെ ആവുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാനത് ചെയ്യുന്നതായിരിക്കും. അടുത്തടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തതായിരിക്കും. ആരെയും വിഷമിക്കേണ്ട, ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനൂടെ ഒന്ന് ഓണാക്കി വെക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.